ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 62 ലക്ഷം പേർക്ക് 3 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് തീരുമാനമായിരിക്കുകയാണ്. ഒരു മാസത്തെ പെൻഷനായി 900 കോടി രൂപയാണ് സർക്കാർ ചെലവിടുന്നത്. 3 മാസത്തെ പെൻഷൻ നൽകാൻ 2700 കോടി രൂപ വേണ്ടിവരും. ഇതിനു വേണ്ടിയാണ് 3000 കോടി കടമെടുത്തത്. ഓണക്കാലത്ത് ക്ഷേമ പെൻഷൻ നൽകി സർക്കാരിന്റെ പ്രതിച്ഛായ ഉയർത്താനാണ് പുതിയ നീക്കം. പെൻഷനിൽ വീഴ്ചയുണ്ടാകരുതെന്ന് CPM-ഉം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആഴ്ച ഒരു മാസത്തെ പെൻഷനും അടുത്ത മാസം 2 മാസത്തെ പെൻഷനും നൽകാനാണ് ആലോചിക്കുന്നത്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി കഴിഞ്ഞു. ഈ ആഴ്ച തന്നെ വിതരണവും ആരംഭിക്കും. അടുത്ത മാസം 2 ഗഡു പെൻഷനായ 3200 രൂപയും നൽകാനാണ് ആലോചിക്കുന്നത്. ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് 4800 രൂപ വീതം ലഭിക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും പെൻഷൻ നൽകും. എന്നാൽ ഈ പെൻഷൻ വിതരണം ഖജനാവിന് താങ്ങാവുന്നതിലും അപ്പുറമാകും എന്നതാണ് മറ്റൊരു വസ്തുത. ഓണത്തിന് ജീവനക്കാർക്ക് ശമ്പളത്തിന് പുറമെ ബോണസ് അടക്കം നൽകേണ്ടി വരും. ഇതിനൊപ്പം തന്നെ മറ്റു ചിലവുകളും ഉണ്ട്. അപ്പോൾ ഇതും ക്ഷേമ പെൻഷൻ വിതരണവും എല്ലാം കൂടി ആകുമ്പോൾ ഖജനാവിലെ പ്രതിസന്ധി അതിരൂക്ഷമാകുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായങ്ങളും സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് പുതിയ തീരുമാനത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂലമായൊരു സമീപനം ഉണ്ടായില്ലെങ്കിൽ നവംബർ മാസത്തോടെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി സമാനതകളില്ലാതായി മാറുന്നതാണ്. സെപ്റ്റംബറിലെ പെൻഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും കൃത്യമായി വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞിരുന്നു. ഓരോ മാസത്തെയും പെൻഷൻ മുടക്കമില്ലാതെ നൽകണമെന്നാണ് സർക്കാരിന്റെ തീരുമാനവും ആഗ്രഹവുമെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര സർക്കാർ എടുക്കുന്ന പല തീരുമാനങ്ങളും കേരളത്തെ ബാധിക്കുന്നതാണ്. അക്കാര്യം നിരന്തരം കേന്ദ്രത്തോട് പറയുന്നുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. നാളെ വിതരണവും ആരംഭിക്കും. കുടിശ്ശികയുള്ള 5 മാസത്തെ പെൻഷനിൽ പരമാവധി ഉടൻ നൽകാനാണ് നീക്കം. പെൻഷൻ അടക്കമുള്ള ചിലവുകൾക്കായി കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് വഴി 3000 കോടി രൂപ സർക്കാർ കടമെടുത്തിരുന്നു. എന്നാൽ ഓണച്ചെലവുകൾക്കും മറ്റുമായി ഈ തുക മാത്രം പോരാത്ത അവസ്ഥയും സർക്കാരിന് മുന്നിലുണ്ട്. മാർച്ച് മാസം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ 875 കോടി അനുവദിച്ചാണ് സർക്കാർ ഉത്തരവായത്. സെപ്റ്റംബർ 10-നകം വിതരണം പൂർത്തിയാക്കണം. ഇതിനൊക്കെ പുറമെയാകും ഓണക്കാലത്ത് കുടിശ്ശികയും ചേർത്ത് 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുക. 49.27 ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനും 6.2 ലക്ഷം പേർക്ക് ക്ഷേമനിധി ബോർഡുകളിലൂടെയുള്ള പെൻഷനുമായി 1600 രൂപ വീതം ലഭിക്കും. കുടിശ്ശിക നിലനിൽക്കെ തന്നെ ഏപ്രിൽ മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകാൻ തീരുമാനിച്ചിരുന്നു. എന്തായാലും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിൽ സന്തോഷത്തിലാണ് ജനങ്ങളെങ്കിൽ പോലും ഖജനാവിന് താങ്ങാവുന്നതിനപ്പുറം കടമെടുക്കുകയും അതുപോലെ തന്നെ സർക്കാരിനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഓണക്കാലം കഴിയുമ്പോഴേക്കും ഖജനാവിന്റെ അവസ്ഥ എന്താകുമെന്ന് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമാണ്. എന്തായാലും നിലവിൽ എത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാർ നേരിട്ടാലും ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ മാറ്റമില്ല എന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്.